ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു കുട്ടി വ്ലോഗാണ്. ഞാൻ ഈ സന്തോഷത്തുള്ളിച്ചാടി നിൽക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാനായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നാട് വിടുകയാണ് ഗൈസ്, നാട് വിടുകയാണ്. വേറെ ഒന്നുമല്ല, ഞാൻ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ഡ്രസ്സും പിന്നെ അതുപോലെ അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആക്ച്വലി എൻ്റെ കാലിന് ചെറിയൊരു പണിയൊക്കെ കിട്ടിയിട്ടിരിക്കുകയാണ്. അതിന് മുന്നെയാണ് ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വീഡിയോ എനിക്കിപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് തന്നെ. ഒരു 2 ദിവസത്തിൻ്റെ ഒക്കെ ഒരു വീഡിയോസാണ് ഞാൻ ഒറ്റൊരു വ്ളോഗായിട്ട് ഞാൻ ഇടാൻ പോകുന്നത്. ഞാൻ അപ്പം എൻ്റെ മാതാശ്രീനെ കൂടെയാണ് ഞാൻ പോകുന്നത്. നമ്മൾ പോകുന്നത് ഒരു ഊബർ വിളിച്ചിട്ടാണ്. ഓട്ടോ ഒന്നും സമയത്ത് കിട്ടിയില്ല, അതുകൊണ്ട് നമുക്ക് കാറാണ് കിട്ടിയത്. ഉമ്മാൻ്റെ കൂടെ പോകുമ്പോൾ ചെറിയൊരു ടെൻഷനുണ്ട്. കാരണം എനിക്ക് ഒറ്റ കടയിൽ നിന്നും ഡ്രസ്സ് എടുക്കൽ നടക്കൂല. എനിക്ക് 2-3 കടകളെങ്കിലും കയറണം. പക്ഷേ ഉമ്മാക്ക് ഓൾറെഡി ഒന്നാമത് വയ്യാതിരിക്കുകയാണ്. സോ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ കിടന്ന് കുറച്ച് ലാഗാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും. ഞാൻ വിചാരിച്ചു നമ്മൾ ഹൈലൈറ്റ് മാളിൽ പോയിട്ട് അവിടുന്ന് നമുക്ക് ഡ്രസ്സ് എടുക്കാമെന്നുള്ളത്. രാവിലെ നേരെ എണീറ്റിട്ട് ഞങ്ങൾ ഫ്രഷ് ആയിട്ടാണ് നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡൊന്നും കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഒരു കോഫിയും 2 കട്ട്ലേറ്റൊക്കെ കഴിച്ചു. ഉമ്മാക്കൊരു ചോറൊക്കെ മേടിച്ചു കൊടുത്തു. എന്നിട്ട് നേരെ നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഗൈസ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഹൈലൈറ്റ് മാളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഡ്രസ്സ് മാത്രം എനിക്ക് അങ്ങനെ അവിടുന്ന് ഇഷ്ടപ്പെട്ടത് കിട്ടി, പിന്നെ എനിക്കൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ നേരെ ഷൂസ് എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിലോട്ട് കയറി. ഇവിടെ ഒരാൾ ഷൂ ഇടാൻ പോവാണ്. വയസ്സാങ്കാലത്ത് ഓരോരോ ആഗ്രഹങ്ങളെ. എൻ്റെ മമ്മി കുറച്ച് മോഡേൺ ആവട്ടെ. ഒറ്റ മിനിറ്റ്. ഇത്രയും ഇതെടുത്തിട്ടുണ്ട്. നല്ലൊരു ചെരുപ്പ്, ഒരു ഷൂ 4 എടുത്തുക്കണം. ഇത് ഇമ്മാക്ക് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഹൈലൈറ്റ് മാളിൽ പോയത് വെറുതെ ആയില്ല. കുറച്ച് നല്ല അധികം ഷൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ താഴെ ഹൈപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് അവിടെ ഒരുപാട് പാത്രങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ ഉമ്മയുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് കിച്ചൺ സാധനങ്ങളാണ്. മമ്മി ഹാപ്പിയല്ല? മമ്മി അല്ല 2 ചെരുപ്പ് വാങ്ങി തന്നില്ല, ഒരു ഷൂ ഒരു ചെരുപ്പ് വാങ്ങി തന്നില്ല, എന്നിട്ട് ഹാപ്പി അല്ല? എനിക്ക് എടുക്കാനാ വന്നിക്കണ്. മൂപ്പരുടെ ഇടയിൽ കൂടെ അങ്ങോട്ട് സൈഡിൽ കൂടെ അങ്ങോട്ട്, പിന്നെ പാവല്ലാവർക്ക് എടുത്തു കൊടുത്ത്. മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഡ്രസ്സാണ്. പക്ഷെ ഡ്രസ്സൊന്നും എനിക്ക് കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ ഏറ്റവും ലാസ്റ്റുള്ളൊരു ആശ്രയം എന്ന് പറയുമ്പോൾ സുഡിയോ ആണ്. സുഡിയോയും വെസ്റ്റ് സൈഡും. അപ്പോൾ സുഡിയോ പോയിട്ട് അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ വെസ്റ്റ് സൈഡിൽ പോകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ സുഡിയോ പോയപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം എനിക്ക് കിട്ടി. സാധാരണ സുഡിയോയൊന്നും എനിക്ക് അങ്ങനെ കിട്ടാറില്ല, പക്ഷെ ഇപ്രാവശ്യം എന്താ അറിയില്ല, പോയപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തേക്കുള്ളത് ഇന്ന് മതിയായി. കാരണം ഉമ്മാക്കാകെ തീരെ വയ്യാതെയായി, അതേപോലെ തന്നെ എനിക്കും ആകെ വയ്യാണ്ടായി. നമ്മളപ്പോൾ നേരെ ഊബറൊക്കെ വിളിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോന്നു. ഹേയ് ഗായ്സ്, അപ്പോൾ ഇത് ആക്ച്വലി ഷോപ്പിങ്ങിൻ്റെ ഒരു സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യം പോകാമെന്ന് വിചാരിച്ചത് നമ്മൾ സെലക്ട്സ് മോളിലോട്ടാണ്. രാവിലെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നേരെ നമ്മൾ ബർഗർ കിങ്ങിൽ പോയിട്ട് 2 ബർഗേഴ്സും ഫ്രൈസും മാംഗോ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തൊക്കെ കഴിച്ചു. കാരണം രാവിലെ തന്നെ വയറൊക്കെ ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഒരു എനർജി കിട്ടുള്ളൂ. പക്ഷേ രാവിലെ തന്നെ ജങ്ക് ഫുഡ് കഴിക്കുന്നത് അത്ര നല്ലൊരു കാര്യമൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ അതൊക്കെ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ച് കഴിച്ചതാണ്. എനിക്ക് കുറച്ച് ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ പുത്തമ്പള്ളിയിലോട്ട് പോയി അവിടുത്തെ ലബൂബൊക്കെ കണ്ടു. ഫസ്റ്റ് അത് വാങ്ങിയാലോ എന്ന് വിചാരിച്ചു. പിന്നെ അത്രയും പൈസയൊന്നും ഒരു ഡോളിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും കളയില്ല. പിന്നെ ലബൂബ് ഒരു $100 കേട്ടിട്ടുണ്ട്. അത് സത്യമാണില്ല എന്നുള്ളതൊന്നും അറിയില്ല. ഒരു കല്യാണം വരുന്നതുകൊണ്ട് തന്നെ ഉമ്മാക്കൊരു ഡ്രസ്സൊക്കെ എടുക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തതിന് ശേഷം നേരെ സ്റ്റുഡിയോയിലോട്ട് പോയി. എനിക്ക് നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്